നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. പി മുകുന്ദനെയും രാമൻ പിള്ളയെയും തിരിച്ചെടുക്കുന്നതിൽ BJP-യിൽ ഭിന്നത. മുതിർന്ന നേതാക്കളെ തിരിച്ചെടുക്കണമെന്ന് മുരളീധരൻ വിരുദ്ധ വിഭാഗം. പാർട്ടി വിട്ടിട്ടില്ല എന്ന് പി മുകുന്ദൻ. മുരളീധരന്റെ കീഴിലേക്കില്ലെന്ന് രാമൻ പിള്ള. BJP കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് യോജിക്കാവുന്ന ആരെയും കൂട്ടുമെന്ന് പി ജയരാജൻ. ലീഗിനെ കൂട്ടാനില്ല എന്ന് വൈക്കം വിശ്വൻ. CPIM സഖ്യത്തിനില്ലെന്ന് ഹൈദരലി തങ്ങൾ. നിയമസഭയിലേക്ക് VS നയിക്കണമെന്ന് C ദിവാകരൻ. അടുത്ത തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി നയിക്കണമെന്നത് തന്റെ വ്യക്തമായ നിരീക്ഷണമെന്ന് VM സുധീരൻ. തുടർ ചർച്ച വേണ്ട. സുധീരനെ തള്ളി രമേശ് ചെന്നിത്തല. മുന്നണിയെ നയിക്കുന്നത് UDF നേതാക്കൾ എല്ലാവരും ചേർന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിഷ്കരണ നിർദ്ദേശങ്ങൾ പലതും സഭാസനയുടെ തള്ളി. സ്വവർഗ വിവാഹത്തോട് എതിർപ്പ് തുടരും. സ്വവർഗാനുരാഗികളോട് കരുണ കാട്ടും. വിവാഹമോചിതരുടെ കുർബാന സ്വീകരണം രൂപതകളുടെ വിവേചനാധികാരത്തിൽ. ഹരിയാനയിലെ ദലിത് ബാലന്റെ മരണം ആത്മഹത്യ ആകാമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ക്രമസമാധാന നില തകർന്നുവെന്ന് കോൺഗ്രസ്. ബീഫ് നിരോധനത്തെ എതിർക്കുന്നത് എന്തിനെന്ന് RSS മേധാവി. ചെറു സംഭവങ്ങളെ പർവ്വതീകരിക്കരുത്. അവർ വിശദമായി. രാമൻ പിള്ളയും പി മുകുന്ദനും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തിരികെ കൊണ്ടുവരുന്നതിനെ ചൊല്ലി BJP സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമായി. മുരളീധരനെതിരെ ആഞ്ഞടിച്ച രാമൻ പിള്ള അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന കാലത്തോളം BJP-യിലേക്കില്ലെന്നും വ്യക്തമാക്കി. അതേസമയം താൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടുണ്ടെന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പി മുകുന്ദൻ പറഞ്ഞു. മുതിർന്ന നേതാക്കൾ തിരികെ വരുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. മുതിർന്ന നേതാക്കളെ BJP-യിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് മുരളീധരൻ നടത്തിയ പ്രസ്താവനയാണ് സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷമാക്കിയത്. പി മുകുന്ദനെതിരെ മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ PK കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിനും RSS സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കും പി മുകുന്ദനും മിസ്ഡ് കോളിലൂടെ പാർട്ടി അംഗങ്ങളാകാമെന്ന് പറഞ്ഞ മുരളീധരനെതിരെ കേരള ജനപക്ഷം നേതാവ് രാമൻ പിള്ളയും ശക്തമായ വിമർശനമുയർത്തി. മുരളീധരന് മിസ്ഡ് കോൾ മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം മിസ്ഡ് കോൾ കൂടിയാണ് പ്രസിഡന്റായത്. പാർട്ടി വിട്ടപ്പോൾ താൻ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിച്ചാലേ തിരികെ വരൂ. എന്നാൽ മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്തോളം BJP-യിലേക്കില്ല. മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്ന ഒരു പാർട്ടിയിലും ഒരു സംഘടനയിലും ഞാൻ മെമ്പറാകുന്നില്ല. പാർട്ടി അംഗത്വം താൻ പുതുക്കിയിട്ടുണ്ടെന്ന് പി മുകുന്ദൻ പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അടക്കം എല്ലാവരും ഓൺലൈനിൽ കൂടിയിട്ടാണ് മെമ്പർഷിപ്പ് പുതുക്കുന്നത്. പുതുക്കി 2 മാസം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവധി കഴിയും. പാർട്ടി ആവശ്യപ്പെട്ട പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതേസമയം മുതിർന്ന നേതാക്കൾ തിരികെ വരുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. പാർട്ടിയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയിലേക്ക് ആര് കടന്നു വന്നാലും അത് നല്ല കാര്യമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പി മുകുന്ദൻ, രാമൻ പിള്ള, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് നമ്മോടൊപ്പം. പി മുകുന്ദൻ്റെ വസതിയിൽ നിന്നും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം പി മുകുന്ദൻ, മിസ്ഡ് കോൾ അടിച്ച് അംഗത്വം എടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്ന സംസ്ഥാന അധ്യക്ഷൻ മുരളീധരൻ്റെ പ്രസ്താവന താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹം അത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കണം. കാരണം മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. കാരണം ലക്ഷക്കണക്കിന് മെമ്പർമാർ ചേർന്ന സ്ഥിതിക്ക് ഈ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ പറ്റിയത്. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. BJP-യുടെ സമുന്നതനായ ഒരു നേതാവ്, ഇപ്പോഴും അണികൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ളൊരു നേതാവ്, അങ്ങനെ ഒരാൾ പാർട്ടിയിൽ വന്ന് സംഭാവന ചെയ്യുന്നതിൽ ഒരു അധികാരസ്ഥാനമല്ല താങ്കൾ ചോദിക്കുന്നത്, പ്രവർത്തിക്കാനുള്ള അവസരമാണ്. എന്തുകൊണ്ടാണത് തടയപ്പെടുന്നത്? തടഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് മെമ്പർഷിപ്പ് എടുത്ത് വരണം എന്നുള്ള നിലക്കാണ് അതിനെക്കുറിച്ചിട്ട് സൂചന പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നു, 2 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും. പുതിയ ഭരണ സംവിധാനം ഇന്ത്യ മുഴുവൻ വരുന്നു, സംഘടനാ സംവിധാനം. അതിൻ്റെ മെമ്പർഷിപ്പ്, പ്രാഥമികമായിട്ടുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനം കഴിഞ്ഞു. അതിൻ്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം തടഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് എടുത്ത് വരണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മെമ്പർഷിപ്പ് എടുത്ത കാര്യം അറിയാത്തതുകൊണ്ടാണ്. പുറമേ നിൽക്കുന്നവർക്ക് അനുഭവപ്പെടും അത്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം താങ്കളെപ്പോലുള്ളവർ, ഇപ്പോൾ പി മുകുന്ദനായാലും രാമൻ പിള്ളയായാലും
പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിനോട് യോജിപ്പില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന നിലപാട്. നമുക്കറിയാം CPM-ലാണ് പുറത്തു പോകുന്നവരും പുറത്താക്കുന്നവരോടും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നവരോടും ഒക്കെ തന്നെയും ശത്രുതാപരമായ നിലപാട്. അവർ പോലും KR ഗൗരിയമ്മ അടക്കമുള്ളവരെ തിരികെ കൊണ്ടുവരുന്നതിനോട് ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ പെരുമാറുന്നു. പക്ഷേ താങ്കളെപ്പോലുള്ളവർ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം തേടുമ്പോൾ അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് BJPക്ക് പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് പോലും അനുഭവപ്പെടും. അത് വി മുരളീധരൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായി മാത്രമേ കാണുന്നുള്ളൂ താങ്കൾ? അല്ല, വൈകാരികമായിട്ട് കേരളത്തിലെ ലക്ഷാവധി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ദുഃഖമൊക്കെയിട്ടുണ്ട്, ദുഃഖമുണ്ടായിട്ടുണ്ട്, വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വരുന്നതായിട്ടുള്ള സന്ദേശങ്ങൾ, മെസ്സേജുകളായിട്ടാണെങ്കിലും ശരി, കോളാണെങ്കിലും ശരി, വളരെയധികം വിഷമം മാനസികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമാണ് ഈ ഒരു വിഷമം. കാരണം ഇത്രയും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരെ വരാതെ മാറ്റി നിർത്താനുള്ളതായിട്ടുള്ള ആ ഒരു മനോഭാവം എൻ്റേതോ രാമപിള്ള സാറിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെയുള്ള നിരവധി പ്രവർത്തകർ ഇന്ന് പ്രവർത്തനത്തിലില്ലാതെ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അത് അവർക്കും അറിയാം. അവരെ നിശ്ചയമായിട്ടും തിരിച്ചു കൊണ്ടുവരുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതാണ്. ഇന്നത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ, അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അതിന് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ എനിക്ക് അവരോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. ദേശീയ നേതൃത്വത്തോട് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്ന് പറയുമ്പോൾ വി മുരളീധരനിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വരം അവിടെ നിന്ന് ലഭ്യമാണോ താങ്കൾക്ക്? അല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രവർത്തകരുടെ വികാരവും അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന മറുപടിയും ഇതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ പ്രായത്തിൻ്റെ അനുഭവത്തിൻ്റെ കുറവ് കൊണ്ട് ഉള്ള ഒരു തോന്നലാവാം, മാറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, അനുഭവത്തിൻ്റെ കുറവ് കൊണ്ടുള്ള തോന്നലാകാം, അത് മാറ്റും എന്നാണ് താങ്കളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, വി മുരളീധരനിൽ നിന്ന് വ്യത്യസ്തമായ സ്വരം താങ്കൾക്ക് ദേശീയ നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ മുകുന്ദൻ എന്നുള്ളത് അവരുടെ എക്കാലത്തെയും മനസ്സിലുള്ളൊരു കേരളത്തിലെ നേതൃത്വമായിരിക്കും. ആ ആൾ പാർട്ടിയിലേക്ക് തിരികെ വരുക, പാർട്ടിയിൽ അംഗത്വം എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറെ കൂടി ആളുകളെ, പ്രവർത്തകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന റോളിലേക്ക് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്ന കാര്യമായിരിക്കും. ആ നിലയിൽ അവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വൈബ്സ് താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? അല്ല, കേന്ദ്രത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ വരുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസത്തോടു കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിയും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ഭരണാധികാരി ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ, അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിരീക്ഷകനെ നിശ്ചയിക്കും. സാധാരണ പതിവ് അങ്ങനെയാണ്. ആ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമവായത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള പദ്ധതി അദ്ദേഹം ആലോചിക്കും. ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും സംഘപരിവാറിൻ്റെ ആൾക്കാരായിട്ടടക്കം അവർ പ്ലാൻ ചെയ്യും, സംസാരിക്കും, നിശ്ചയിക്കും. അതനുസരിച്ചിട്ട് പുതിയ സംവിധാനം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശ്രീ രാമൻപിള്ള, എന്തുകൊണ്ടാണ് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ പാർട്ടിയിലേക്കില്ല എന്ന് താങ്കൾ പറയാൻ കാരണം? ഞാൻ ഭാരതത്തിൽ നിന്ന് വളരെ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം അഭൂതപൂർവമായ പുരോഗതി പല മേഖലകളിലുണ്ടായിട്ടുണ്ട്. ഈ പുരോഗതിയെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങളും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ആ സമയത്ത് സജീവമായിട്ട് ഈ രാജ്യത്തെ മുഴുവൻ, ഈ സംസ്ഥാനത്തിലെ എല്ലാ ശക്തികളെയും, എല്ലാ സമൂഹങ്ങളിൽ നിന്നും കഴിയുന്നിടത്തോളം ആളുകളെ ആകർഷിച്ച് BJPയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെയും യോജിപ്പിച്ചുകൊണ്ടൊരു വലിയ മുന്നേറ്റം നടത്തേണ്ട സമയമാണ്. അതിനനുകൂലമായ എല്ലാ അന്തരീക്ഷവും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. SNDP പോലുള്ള പല സംഘടനകളും പുതുതായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നു. ഈ സമയത്ത് BJPയുടെ നേതൃത്വം വളരെ ബാലിശമായ നടപടികളും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകളും കൊണ്ട് ഇതിൻ്റെ ആ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുരളീധരൻ്റെ
ഈ മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ആഹ്വാനം, ഞാൻ ഈ വിധത്തിൽ എല്ലാ ശക്തികളുടെയും ഒരു ഐക്യം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് മെമ്പർഷിപ്പ് തരണം എന്നാരോടും പറഞ്ഞില്ല. ആ സ്ഥിതിക്ക് മുരളീധരൻ എന്തിനാണ് മാധ്യമങ്ങൾ വഴി ഇങ്ങനൊരു ആഹ്വാനം പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് അവഹേളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ആ മുരളീധരൻ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്ന പ്രശ്നം വരുന്നില്ല. അതിനുശേഷം തോന്നുന്നുള്ള പിന്നീട് ആലോചിക്കാം, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ വൈകാരികമായി എടുക്കാൻ പാടുണ്ടോ ശ്രീരാമൻ പിള്ള? ഇപ്പോ ശ്രീ പി പി മുകുന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അനുഭവത്തിന്റെ കുറവ് കൊണ്ടായിരിക്കും നിങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഘട്ടത്തിൽ വി മുരളീധരൻ എന്നൊരാൾ ഒരുപക്ഷെ എവിടെയായിരിക്കും എന്ന് പോലും നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും വലിയ അന്തരം വി മുരളീധരനും നിങ്ങൾ രണ്ട് നേതാക്കളും തമ്മിലുണ്ട്. അപ്പോൾ വി മുരളീധരനെ പോലെ പുതുതായി വന്നിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറയുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലുള്ള പരിണതപ്രജ്ഞരായ നേതാക്കൾക്ക് എങ്ങനെയാണ് ഗൗരവമായി എടുക്കാൻ കഴിയുക? അതെങ്ങനെയാണ് വൈകാരികമായി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഞാൻ ഈ ഒരു ഉദാഹരണം, നിരവധി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഈ ഒരു ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ പക്വതയില്ലായ്മ, ആ വ്യക്തിയുടെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലായ്മ, ആ വ്യക്തിക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, ഇതൊക്കെ വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയേണ്ട കാര്യമില്ല. എനിക്ക് അനുഭവമുണ്ട്, നേരിട്ട് പല അനുഭവങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് BJP ആക്ഷേപിച്ച് നടന്ന ഒരാളാണ്. BJP നേതാക്കളെ ആക്ഷേപിച്ച് നടന്നിരുന്നു. അടൽ ബിഹാരി വാജ്പേയി അധികാരമേറ്റ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ പോയി, ഡൽഹിയിൽ പോയി, എങ്ങനെയോ നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് ചെയർമാനായി. അങ്ങനെ അവിടെ കഴിഞ്ഞ് അവിടെ നിന്നും നേരിട്ട് ഇവിടെ പ്രസിഡൻ്റായിട്ട് വരികയാണ്. അദ്ദേഹം ഏതെങ്കിലും സമിതിയിൽ പ്രവർത്തിച്ച് പരിചയമില്ല, ഏതെങ്കിലും സംസ്ഥാന കൗൺസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമിതിയോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടില്ല. ജനാധിപത്യപരമായ ഒരു പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് പാർട്ടിയിലെ ധാരാളം പ്രവർത്തകർ അകന്ന് നിൽക്കുകയാണ്. ഒന്നും രണ്ടും പേരൊന്നുമല്ല. ഞാനും മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നിരവധി ആളുകൾ അകന്ന് നിൽക്കുന്നുണ്ട്. അവരെ യോജിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. മുരളീധരന് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ മറ്റ് ഭാരവാഹികളെ ചുമതലപ്പെടുത്താം, അതും ചെയ്യുന്നില്ല. അപ്പം ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റി എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു നേതൃത്വം ഇവിടെ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുരളിക്ക് അതിന് പ്രാപ്തിയില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു മര്യാദയോടുകൂടി ആളുകളോട് പെരുമാറാൻ തന്നെ അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ മാധ്യമങ്ങളിലൂടെ ഉള്ള ആഹ്വാനം, മിസ്ഡ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുത്തുള്ളൂ എന്ന് ഞങ്ങളോട് രണ്ടുപേരോടും ആഹ്വാനം ചെയ്തത്. ഇത് ഞങ്ങളിത് ഫോണിൽ വിളിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നേരിട്ട് കണ്ട് പറയാം. അതൊന്നും ചെയ്യാതെ ഈ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരെയും അവഹേളിക്കാൻ വൈകാരികമായി എടുക്കുന്നത് കൊണ്ടാണ് ശ്രീരാമൻ പിള്ള ഈ പ്രശ്നം. നേരത്തെ ശ്രീ പി പി മുകുന്ദൻ പറയുന്നത് കേട്ടില്ലേ, നരേന്ദ്രമോദി പോലും ഓൺലൈൻ വഴിയാണ് അംഗത്വം പുതുക്കിയത് എന്ന് പറയുമ്പോൾ അതൊരു രീതിയാണ് BJPയുടെ ഇപ്പോഴത്തെ കാര്യം. അല്ല, മെമ്പർഷിപ്പ് ആർക്കും എങ്ങനെ എടുക്കാം, അതല്ല കാര്യം. എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചിട്ടില്ല. അവർ ചോദിക്കാത്ത ഒരാൾ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ എന്ന് പറയുന്നത് തന്നെ ഒരു അവഹേളിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള മെമ്പർഷിപ്പ് ആവശ്യമില്ല. അങ്ങനെ ഒരു വ്യക്തിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യമല്ല. ദയവായി തുടരുക. ശ്രീ പി പി മുകുന്ദൻ, ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത നേതാവാണ് താങ്കൾ എങ്കിൽ പോലും ഈ സംഭവം യഥാർത്ഥത്തിൽ BJP സംസ്ഥാന ഘടകത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അനുരണനമോ അല്ലെങ്കിൽ പ്രതിഫലനമോ അല്ലേ എന്നുള്ളതാണ്. താങ്കൾക്ക് BJPയിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അന്ന്, അല്ലെങ്കിൽ ഒരു വലിയ ആരാധക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നു. PK കൃഷ്ണദാസ്, MT രമേശ്, N രാധാകൃഷ്ണൻ എന്ന് ഒന്നാം നിര BJP നേതാക്കളെല്ലാം തന്നെ താങ്കളുടെ ശിഷ്യരോ അനുയായികളോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരും ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ വി മുരളീധരൻ ഗ്രൂപ്പിനോടാണ്. കഴിഞ്ഞ തവണ പ്രസിഡൻ്റായപ്പോഴും അതിനു മുമ്പ് പ്രസിഡൻ്റായപ്പോഴും എല്ലാം തന്നെയും ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം. ഈ PK കൃഷ്ണദാസ്, N രാധാകൃഷ്ണൻ, MT രമേശ് തുടങ്ങിയ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനേ താങ്കളുടെ വരവ് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് കാണുമ്പോൾ സാധാരണഗതിയിൽ എതിർ ഗ്രൂപ്പുകാരനായ വി മുരളീധരൻ അതിനെ പ്രതിരോധിക്കാൻ നോക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലാവധി കഴിഞ്ഞു, പിന്നെ ഇത് എതിർക്കാൻ അതിനെ സംബന്ധിച്ച്
അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അതിനകത്ത് ഗ്രൂപ്പിസമുണ്ട്, പരസ്പരം ഏതെങ്കിലും പോരാട്ടം നടക്കുന്നു, അങ്ങനെയും എനിക്ക് തോന്നിയിട്ടില്ല. രാംപിള്ള സാർ പറഞ്ഞ മാതിരി കുറേ കാലമായിട്ട് കുറച്ച് വിദൂരതയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. താങ്കൾക്ക് പാർട്ടിയിലേക്ക് മടങ്ങി വരണം, എനിക്കൊരു പ്രവർത്തന മേഖല കണ്ടെത്തി തരണം എന്ന് പറയുമ്പോൾ അതിന് എന്തുകൊണ്ട് തടസ്സമുണ്ടാകുന്നു എന്ന് വി മുരളീധരനെ മാത്രം കേന്ദ്രീകരിച്ച് നാം പരിശോധിച്ചാൽ പോരാ. നേരത്തെ ഞാൻ പറഞ്ഞ നേതാക്കളുടെ പേരുകളില്ലേ, അവർക്കൊരു ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റുന്നുണ്ടോ? അല്ല, അവർ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചാനലുകാരൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ് ഇത്രയധികം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, കേന്ദ്രം വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും അങ്ങനത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് സാധാരണ ഒരു സേവകൻ എന്നുള്ള നിലക്ക് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അതാണിന്ന് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ഗൗരവത്തോടുകൂടി ചിന്തിക്കും എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമില്ല. പരിഹാരം കാണുകയും ചെയ്യും, അതിനും എനിക്ക് സംശയമില്ല. ദയവായി തുടരുക. ദയവായി രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് ഏത് നിലയിലും നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. 2 പരിണതപ്രജ്ഞരായ ഏറ്റവും മുതിർന്ന 2 നേതാക്കൾ, ആ 2 നേതാക്കൾ ഒഴിച്ചിട്ട് പോയ സ്ഥാനങ്ങളിൽ ഇപ്പോൾ പലരും ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് 2 പേർക്കും നേതൃത്വത്തിലേക്കോ അല്ലെങ്കിൽ പ്രവർത്തന മേഖല കണ്ടെത്തണം എന്ന ആവശ്യവുമായോ വരുന്നത്. സ്വാഭാവികമാണോ ഈ ഒരു പ്രതികരണം പുതിയ തലമുറയുടെ ഭാഗത്ത് നിന്ന്? അത് ഒരു കമ്പനിയിലാണെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് വളരെ സ്വാഭാവികമല്ലേ നികേഷ്? നമ്മളിത് ഇവിടുത്തെ ഉദാഹരണം മാത്രമല്ലോ, കേന്ദ്രത്തിലെ ഉദാഹരണം നോക്കിയാൽ പോരെ. LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അതുപോലുള്ള മുതിർന്ന നേതാക്കളുടെയും ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ നമ്മുടെ മുകുന്ദേട്ടന്റെയും അതുപോലെ രാമപിള്ള സാറിന്റെയൊക്കെ സ്ഥിതി വളരെ ഭേദമല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയുടെ അനുസരിച്ച് നേതാക്കൾ, അന്ന് ഈ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു കാലമാണ്. CPM-കാരുടെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഹരാതി കഷായം ദൈനംദിന അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിൽ നടന്ന് ചെരുപ്പ് തേഞ്ഞ ആളുകൾ സർവശ്രീ P പരമേശ്വരൻ, അതുപോലെ ഈ K രാമപിള്ള, മരിച്ചുപോയ KG മാരാർ, അതുപോലെ O രാജഗോപാൽ, പിന്നെ പൊന്നാനിയിലെ M ദേവകി അമ്മ, പുന്നൂർക്കുളത്തെ വിനോദിനി അമ്മ, ഇങ്ങനെ കുറച്ച് പേരായിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു വലിയ BJP ആയി ബഹുജന പ്രസ്ഥാനമായി മാറി. അപ്പോഴാണ് ശ്രീ മുകുന്ദനെ RSSൽ നിന്ന് കൊണ്ടുവന്നതാണ്. അദ്ദേഹം സാക്ഷാൽ ജനസംഘക്കാരനായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് മാരാറിന്റെ ഒക്കെ ഒരു വലിയ പ്രവർത്തന ഫലമായിട്ട് വലിയൊരു പാർട്ടിയായിട്ട് മാറി. P പരമേശ്വരൻ പൂർണ്ണമായിട്ടും രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിചാര കേന്ദ്രത്തിലേക്ക് പോയി. രാജഗോപാൽ രാജ്യസഭാംഗവും പിന്നീട് കേന്ദ്രമന്ത്രിയുമൊക്കെയായി. രാമപിള്ള പാർട്ടി ദേവകി അമ്മയൊക്കെ പാർട്ടി നേതൃത്വമായിട്ട് പിണങ്ങി അവര് വേർപെട്ടു പോയി. രാമപിള്ള ഒരു പാർട്ടി ഉണ്ടാക്കി. ഇതൊക്കെ സമീപകാലത്ത് ഉണ്ടായതാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പം ഇതല്ല. ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് മറ്റു ചില ആളുകളാണ് ഇപ്പോൾ ഈ യുദ്ധം ചെയ്യുന്നത്. രാമപിള്ള സാറിനോടൊക്കെ എനിക്ക് വലിയ സഹതാപമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന അദ്ദേഹത്തോട് മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് M സ്വരാജ്, VS അച്യുതാനന്ദൻ ഒറ്റുകാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വിഷമമുണ്ട്. ആ വിഷമം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലെ യഥാർത്ഥ കളി ഇതൊന്നുമല്ല. കേരളത്തിലെ BJPക്കകത്ത് വ്യക്തമായിട്ട് 2 ചേരികൾ, കുറഞ്ഞത് 2 ചേരിയെങ്കിലും ഉണ്ട്. ഒരു ചേരി ഇവിടെ നികേഷ് സൂചിപ്പിച്ച പോലെ PK കൃഷ്ണദാസ്, AN രാധാകൃഷ്ണൻ, PS ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ, MT രമേശൊക്കെ ഉൾപ്പെട്ട ഒരു വിഭാഗമാണ്. അവർക്കാണ് ന്യൂമറിക്കൽ മെജോറിറ്റി, സംഖ്യാപരമായ ഭൂരിപക്ഷം അവർക്കാണ്. കൂടുതൽ ഭാരവാഹികളുള്ള അവർക്കാണ്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ മുരളീധരനെ മാറ്റണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൽ സ്വാധീനം മുരളീധരനാണ്. കേന്ദ്രത്തിൽ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് മുരളീധരനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മാറ്റാഞ്ഞത്. ഇപ്പോൾ വീണ്ടും 3 കൊല്ലം തികയാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ മുകുന്ദന്റെയും അതുപോലെ രാമപിള്ളയുടെയൊക്കെ വൈകാരികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മുരളീധരനെ നീക്കം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഇവർ ശ്രമിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ നേതാക്കന്മാർ തമ്മിൽ വ്യക്തിപരമായ സ്പർദ്ധ മാത്രമല്ല, ആശയപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് SNDP-യുമായിട്ട് യോജിക്കുന്നത് മുരളീധരന്റെ താല്പര്യം, മുരളീധരനാണ് അതിന് ചൂക്കാൻ പിടിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു വളരെ കാലം RSSന്റെ മുഖ്യ ശത്രു, RSSന്റെ BJP.
മാർക്സിസ്റ്റ് പാർട്ടി അല്ല മുഖ്യ ശത്രു, കോൺഗ്രസ് ആണ് എന്ന് പ്രഖ്യാപിക്കും. അതുപോലെ വോട്ട് കച്ചവടം ഇനി മേലിൽ നടത്തുകയും ചെയ്യില്ല എന്ന് പറഞ്ഞത് മുരളീധരനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ പോലെ ഈ വോട്ട് മറിച്ചു കൊടുക്കുന്ന പരിപാടി നടക്കാത്തത്. അപ്പൊ ഇങ്ങനെ മുരളീധരൻ വളരെ ദൂരവ്യാപകമായ മാറ്റങ്ങൾ പാർട്ടിക്കകത്ത് വരുത്തിയ ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് വ്യത്യാസമുണ്ട്. ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകളൊക്കെ NSSുമായിട്ട് ചേർന്ന് നിൽക്കണം, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുമായിട്ട് യോജിക്കേണ്ട എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഏറ്റവും ഒടുവിലത്തെ താങ്കൾ ആ പറഞ്ഞതിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അത് തന്നെയാണോ നേര് എന്നൊരു സംശയമോ ഉണ്ട്. അമിത്ഷാ വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ച നടത്തുമ്പോൾ ഒരു കാരണവശാലും വി മുരളീധരൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് ആ പരിസരത്തെ ഉണ്ടാകാൻ പാടില്ല എന്ന് അമിത്ഷാ ഉറപ്പുവരുത്തിയിരുന്നു. ഇവിടെ ഒരു നിരീക്ഷകനെ അയച്ച് സംസ്ഥാന തലത്തിലൊരു യോഗം വിളിപ്പിച്ച് പിന്നെ എങ്ങനെയാണ് വി മുരളീധരൻ SNDP യോഗം BJP സഖ്യത്തിൻ്റെ ഇടനിലക്കാരനാവുക? അത് നികേഷ തെറ്റിദ്ധാരണയാണ്. ആ യോഗത്തിൽ മുരളീധരൻ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞത് സത്യത്തിൽ അത് വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അമിത്ഷാ എന്ന് പറഞ്ഞാൽ വെറും പൊട്ടനൊന്നും അല്ലല്ലോ. ഒരു പൊട്ടനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് UP-യിൽ ഇത്രയധികം സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. ബീഹാറിൽ അതുപോലെ ഹരിയാനയിലൊക്കെ അദ്ദേഹത്തിന്റെ വൈഭവം നമ്മൾ കണ്ടതാണ്. അത് സത്യത്തിൽ പലപ്പോഴും രാജ്യത്തിന് വളരെ ഹാനികരമായി എന്നുള്ള വേറെ കാര്യമാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ച് പറയല്ല. അദ്ദേഹത്തെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുകയില്ല. നരേന്ദ്രമോദിയായോ അമിത്ഷായോ കുറച്ച് കാണുന്നത് ഒരു കാരണവശാലും നമുക്ക് ആർക്കും ഗുണകരമല്ല. ഞാൻ പറയുന്നത് അമിത്ഷായുമായിട്ടുള്ള പാലം പണിയുന്നത് നരേന്ദ്രമോദിയുമായിട്ട് തന്നെ പാലം പണിയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുരളീധരൻ വഴിയാണ്. ശിവഗിരിയിൽ കൊണ്ടുവന്ന ആരാണ്? നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശിവഗിരിയിൽ വന്നപ്പോൾ കായൽ സമ്മേളനത്തിൽ ആരായിരുന്നു ഇടനില വഹിച്ചത്? പുല മഹാസഭയുമായിട്ട്. അതുപോലെ അയ്യങ്കാളിയുടെ ജന്മദിനം ഡൽഹിയിൽ വെച്ച് ആഘോഷിക്കുമ്പോൾ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും പുതിയൊരു സാഹചര്യം കൂടി വരികയാണ്. PP മുകുന്ദൻ 2 തവണ പ്രസിഡന്റ് ആയിരിക്കുന്നു. ഏതാണ്ട് കാലാവധി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ സംഘടനാപരമായ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വി മുരളീധരൻ എന്ന ഇപ്പോഴത്തെ ആ യാഥാർത്ഥ്യമുണ്ടല്ലോ, അത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഒരു നേതൃത്വത്തിൻ്റെ സമീപനം ഇതായിരിക്കില്ല എന്നുറപ്പുണ്ടോ താങ്കൾക്ക്? അല്ല, ആര് വരും, എങ്ങനെ വരും, എന്തു വരും ഒന്നും ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. കാരണം ഇതൊക്കെ കൂട്ടായ്മയുടെയും സമവായത്തിൻ്റെയും സമന്വയത്തിൻ്റെയും രീതിയാണ് സാധാരണ സംഘടന ചെയ്തു വരാറ്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അത് ഗൗരവത്തോട് ചിന്തിക്കും. ബന്ധപ്പെട്ട കേരളത്തിലത്തെ സംഘപരിവാറോടൊക്കെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന ആൾക്കാരായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ആരാണോ ഈ പാർട്ടിയെ നയിക്കാൻ പറ്റിയ ആൾ എന്നുള്ള നിലക്ക് സജസ്റ്റ് ചെയ്യും. അതിൻ്റെ രീതി അനുസരിച്ചിട്ട് സമവായം അനുസരിച്ചിട്ട് ആളെ നിശ്ചയിക്കും. അങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള പതിവ്. അങ്ങനെ പതിവ് തെറ്റിക്കുന്ന സമയത്താണ് അബദ്ധം പലപ്പോഴും വന്നിട്ടുള്ളത്. ശ്രീ രാമൻപിള്ള, എന്തായാലും വി മുരളീധരൻ ആയിരിക്കില്ലല്ലോ, 2ലേറെ തവണ നൽകാറില്ലല്ലോ BJP. സ്വാഭാവികമായും വി മുരളീധരൻ ഈ മാസങ്ങളിൽ ഒഴിയുകയാണ്. അതൊരു പോസിറ്റീവായ ഡെവലപ്മെൻ്റായി കാണുന്നുണ്ടോ BJPയെ സംബന്ധിച്ചിടത്തോളം? വി മുരളീധരൻ മാറിയിട്ട് വേറെ വരുന്ന ആളുടെ സമീപനത്തെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ആര് വന്നാലും പാർട്ടിയിലേക്ക് നേരിട്ട് ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണോ ഇല്ലയോ എന്നുള്ളതല്ല. എൻ്റെ സജഷൻ, ഈ രാജ്യത്ത് ഒരു ദേശീയ ജനാധിപത്യ ഒരു സഖ്യം, അതിലേക്ക് വരാൻ തയ്യാറുള്ള ധാരാളം വ്യക്തികളും ചെറിയ സംഘടനകളും വലിയ സംഘടനകളും ഒക്കെ ഉണ്ട്. അവരെ യോജിപ്പിക്കാൻ കഴിയുന്ന ആളായിരിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതല്ല പ്രശ്നം. അങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകണം. ദേശീയ തലത്തിൽ അതിന് വളർച്ചയുണ്ട്, പക്ഷേ കേരളത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടെ അതിന് പ്രാപ്തിയുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടാവണം. അതിന് പ്രാപ്തിയുള്ള ആളുകൾ പാർട്ടിയിൽ ഇല്ലാതെയില്ല, നിരവധി ആളുകളുണ്ട്. ഇവിടെ പലരുടെയും പേരൊക്കെ പറഞ്ഞു എനിക്കറിയാം. അവർ പ്രാപ്തിയുള്ള ആളുകളാണ്. പക്ഷെ അവരെയൊക്കെ തഴഞ്ഞിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരാളിനെ പിടിച്ച് പ്രസിഡൻ്റാക്കി വെച്ചത് വളരെ ദോഷം ചെയ്തു. ഇനിയും തുടരുകയാണെങ്കിൽ ഇനി വരില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അറിവിൽ പാർട്ടിയുടെ ഭരണഘടനയിൽ പണ്ട് 1 തവണ മാത്രമേ പ്രസിഡൻ്റാകാൻ പാടുണ്ടായിരുന്നുള്ളൂ. അത് 2 തവണയാക്കി. ഇനി നീട്ടാൻ വേണമെങ്കിൽ നാഷണൽ നേതൃത്വത്തിന് സാധിക്കും. അങ്ങനെ വീണ്ടും മുരളീധരനെ വീണ്ടും പ്രസിഡൻ്റാക്കി വയ്ക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ വരാൻ പോകുന്നത് ഇതാണ്, വീണ്ടും പാർട്ടിയുടെ വളർച്ചയെ അദ്ദേഹം തടസ്സപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. അത് വെറും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ഒരു മാനസികാവസ്ഥയുമല്ല അദ്ദേഹത്തിന്. അതിനെപ്പറ്റിയുള്ള ചരിത്രബോധവുമില്ല.
ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ രാമൻപിള്ള ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാമൻപിള്ള ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള പാർട്ടിയുടെ ചരിത്രം പോലും അറിയില്ല, രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയില്ല. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. അങ്ങനെ ഒരാളെ നേതൃത്വം വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് വളരാൻ സാധ്യമല്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. പി മുകുന്ദൻ, ഇപ്പോൾ BJP ഒറ്റയ്ക്ക് ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ്. പി മുകുന്ദൻ അടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു വിവാദമാണ് വോട്ട് കച്ചവടം. അത് വീണ്ടും ചർച്ചയാക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് സംസ്ഥാന നേതൃത്വം വിചാരിക്കുകയാണെങ്കിൽ അവരെ തെറ്റു പറയാനാകുമോ? ഞാനതിന് ആ വിഷയത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യുന്നത് ഉചിതമല്ല. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചല്ലോ, പുതിയ സഖ്യ നീക്കത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ സൂത്രധാരനായി പ്രവർത്തിച്ചത് ശ്രീ വി മുരളീധരനാണ് എന്ന്. വെള്ളാപ്പള്ളി BJP സഖ്യം വാർത്തയായ ദിവസം മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിന്നിരുന്നു. ഇതാ മൂന്നാം ബദൽ വരാൻ പോകുന്നു എന്നും അതിനൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി BJPയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും കേരളത്തിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക പോലും ചെയ്തു. പക്ഷേ അത് ഇപ്പോൾ വേണ്ടത്ര മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ എവിടെയൊക്കെയോ പാകപ്പിഴകൾ ഉള്ളതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്രചാരണമെങ്കിലും നടക്കുന്നു ഏറ്റവും കുറഞ്ഞത്. അതൊരു മെച്യൂർഡായ രാഷ്ട്രീയ നീക്കമാണ്, പക്വതയുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? സാമൂഹ്യ ഐക്യത്തിന് വേണ്ടിയിട്ട് അതേസമയത്ത് ഇന്നത്തെ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും ഏകോപിപ്പിച്ച്, ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സാമൂഹ്യ ഐക്യം എന്നുള്ളതാണ്, സാമുദായിക ഐക്യം എന്നല്ല. ആ സാമൂഹ്യ ഐക്യം വളരെ അനിവാര്യമാണ് കേരളത്തിൻ്റെ വികസനത്തിന്. ഇപ്പം ഗഡ്കരി വന്ന സമയത്ത് 34,000 കോടി ഉറുപ്പിക കഴക്കൂട്ടം മുക്കോല പാതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അനുവദിച്ചു. അപ്പോൾ ഇതൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ കൂട്ടായ്മയോട് കൂടിയിട്ട്, സാമൂഹ്യ ഐക്യത്തോട് കൂടിയിട്ട്, എല്ലാ കക്ഷികളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടിയിട്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് BJP ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് SNDP ഇപ്പോൾ ഇതിനോട് ചേർന്നിരിക്കുന്നു, മറ്റ് വിവിധ ഹൈന്ദവ സംഘടനകൾ ചേർന്നിരിക്കുന്നു. ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് ഒരു സങ്കുചിതമായിട്ടുള്ള മതങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, വിശാലമായിട്ടുള്ള സമൂഹത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ട് കേരളത്തെ നയിക്കാനുള്ള നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഇന്ന് ആ സുവർണാവസരമാണ് വന്നിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ടീം, ഒരു വ്യക്തിയല്ല, ഒരു ടീം അത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പും എല്ലാം തന്നെയും BJP കേരളത്തിലൊരു ഫോഴ്സാണ്, ഒരു ശക്തിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അതേ തുടർന്നാണ് ഈ സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ അരുവിക്കരയിലുണ്ടായ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ തന്നെ നശിപ്പിച്ചു കളഞ്ഞോ എന്നൊരു സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ട്. SNDP വോട്ടുകൾ, ഈഴവ തീയ വോട്ടുകൾ, അത് BJPയോടൊപ്പം കാര്യമായി ഉണ്ടായിരുന്നില്ല. അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി സവർണ നായർ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയോ BJP? ഇപ്പോൾ ആ ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ല BJPക്കൊപ്പം എന്ന തോന്നൽ ശരിയാണോ? അല്ല, ഇല്ല എന്നുള്ളത് ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരുടെ ഐക്യവും സാമൂഹ്യ ബോധം ഉണ്ടാക്കിയെടുത്തുകൊണ്ടുള്ള നമ്മുടെ വികസനവും, ഇത് രണ്ടും വളരെ പരസ്പര പൂരകമാണ്, പരസ്പരം ബന്ധപ്പെട്ട സംഗതിയാണ്. അരുവിക്കരയിൽ ഉണ്ടായിട്ടുള്ളത് ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. ഇനി തെരഞ്ഞെടുപ്പിന് അരുവിക്കരയിൽ നിൽക്കുന്ന സമയത്ത് ഈ വോട്ടിനേക്കാളും കുറഞ്ഞാൽ BJP പരാജയപ്പെട്ടു എന്നുള്ള പ്രചരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് കിട്ടുന്നതായിട്ടുള്ള അടിസ്ഥാനവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടുന്നതും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നായനാർ സർക്കാരിന് അന്നത്തെ മാർക്സിസ്റ്റ് LDFന് നല്ല വോട്ട് കിട്ടി, ഭൂരിപക്ഷത്തോടുകൂടി അവർ ജയിച്ചു. കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിട്ടു, അസംബ്ലി ഇലക്ഷൻ വന്നു, UDF അധികാരത്തിൽ വന്നു. കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് വിവേചന ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യം കണക്കിലെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ BJP-യിലത്തെ പ്രവർത്തകരോട് ആഹമഹമികയ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് എല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് വൻ മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ അത് വരാൻ പോകുന്നതായിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യും. അതായിരിക്കും BJP-യുടെ ഭാവിയിലത്തെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഭരിക്കില്ല എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഭരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചില സ്ഥലത്തെങ്കിലും നമുക്ക് ജയിക്കാൻ സാധിക്കും, അതിന് ഒരു സംശയമില്ല. ശ്രീ രാമൻപിള്ള, ഒന്ന് BJP-യുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വത്തിന് വിശ്വാസമില്ലായ്മയുണ്ടോ? അതുകൊണ്ടാണോ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് അദ്ദേഹം നയിക്കട്ടെ മൂന്നാം ബദൽ എന്ന തീരുമാനം അമിത്ഷായും ദേശീയ നേതൃത്വവും എടുത്തത്? രണ്ട്, അങ്ങനെ ഒരു ബീജാവാപം നടത്തി ഒരു പാർട്ടി രൂപീകരിപ്പിച്ച് NDA ശക്തമാക്കാം എന്ന് കരുതി ഒരു പ്ലാനും പദ്ധതിയുമായി ഇങ്ങോട്ടേക്ക് അയച്ചിട്ടും അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്നാണോ സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമുണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടാവും. അത് പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു എന്നും കരുതാമെങ്കിൽ ഈ ആകെത്തുകയിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നോട്ടേക്ക് ഒരു പരിധിയുണ്ടല്ലോ BJP-യുടെ വളർച്ച സംബന്ധിച്ച് എപ്പോഴും. ആ പരിധി കടന്ന് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള കഴിവും പ്രാപ്തിയുമില്ല എന്നാണോ അത് തെളിയിക്കുന്നത്? ശ്രീരാമൻപിള്ള, മോഡിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം, അതിൽ പ്രത്യേകിച്ചും BJP അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷാ ആദ്യം നടത്തിയ പരീക്ഷണം ഉത്തർപ്രദേശിലാണ്. അവിടെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വേറെ പാർട്ടി രൂപീകരിച്ച ആളുകളെപ്പോലും മുന്നോട്ട് കൊണ്ടുവരികയും അവരെല്ലാം ചേർത്തുകൊണ്ട് വിശാലമായ ഒരു മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു. ആ മുന്നണിയുടെ ഫലമായിട്ട് 4ാം സ്ഥാനത്ത് നിന്നിരുന്ന BJP 1ാം സ്ഥാനത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതൊരു വിജയിച്ച പരീക്ഷണമാണ്. ആ പരീക്ഷണമാണ് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പരീക്ഷണം ഇവിടെയും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു SNDP-യുടെ കാര്യം. പക്ഷേ SNDP കൊണ്ട് മാത്രമായില്ല. ഇവിടുത്തെ നിരവധി സംഘടനകളുണ്ട്, പ്രത്യേകിച്ചും NSS, മറ്റ് ചെറിയ സാമുദായിക സംഘടനകൾ, വളരെ താഴെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംഘടനകളൊക്കെ ഉണ്ട്. ആ സംഘടനകളെല്ലാം ഒരു കുടിക്കുഴി കൊണ്ടുവരാൻ ശ്രമിക്കണം. ആ ശ്രമം അമിത്ഷാ മാത്രം അവിടെ ഇരുന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇവിടെയുള്ള ആളുകളിൽ സഹകരിക്കണം. നിർഭാഗ്യവശാൽ ഇവിടെ ജാതീയമായ വേർതിരിവുകൾ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ആണ് ആ ഉത്തർപ്രദേശിലോ മറ്റ് സ്ഥലങ്ങളിലോ ഉണ്ടായിട്ടുള്ള നേട്ടം ഇവിടെ ഉണ്ടാകാതെ പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളെ താങ്കൾ പറയുന്ന ഈ ജാതീയമായ വേർതിരിവ് നിലനിർത്താനാണ് ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? BJP-യുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന അധ്യക്ഷന് സവർണ മനോഭാവമാണ് എന്ന്. തിരിച്ച് വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നു എന്ന മറ്റൊരു തോന്നൽ. ആ നിലയിൽ BJP-യുടെ സംസ്ഥാന ഘടകത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി നോക്കി ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്ന നിശ്ചയിക്കലുണ്ടായോ? ജാതി നോക്കണമെന്നുള്ളതല്ല, ജാതീയ സംഘടനകളുടെ ഒരു യാഥാർത്ഥ്യമാണ്. അവയെ ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഒറ്റയടിക്ക് സാധിക്കില്ല. അതിന് മാനസികാവസ്ഥ മാറണം. എല്ലാവരെയും ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അപ്പോൾ ആരെയും വിദ്വേഷം കൊണ്ട് അകറ്റിക്കളയരുത്. ഇത് സംഭവിക്കുന്നില്ല. ഇത് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ കേരളത്തിൽ BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് ഒരു വിജയം കൊയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒരു പറ്റിയ നേതൃത്വം ഉണ്ടായിരിക്കണം. ഇന്നത്തെ നിലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ CPP മൂന്നും ചൂണ്ടിക്കാണിച്ചതുപോലെ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാവരും എഴുതി തള്ളും. BJP പഴയ BJP ആയി എന്ന നില വരും. ഒരിക്കൽ പോലും ഇവർക്ക് അധികാരത്തിലെത്തുന്നത് പോട്ടെ അക്കൗണ്ട് തുറക്കുന്നതിനെ പറ്റി പോലും ആലോചിക്കാനാകില്ല എന്ന് വരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചേക്കാം. അതിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാവുമോ PP മുകുന്ദൻ്റെയും
രാമൻ പിള്ളയുടെയും ഒക്കെ തിരിച്ചുവരവ്? അല്ല, ഈ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വിജയം നിലനിർത്തുക, എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം സുഖം രക്ഷിക്കുക, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മുന്നേറാൻ ഒരു അവസരം തുറക്കുക, കിട്ടുക. പിന്നെ എല്ലാ പാർട്ടികൾക്കും, എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ പോലുമല്ല. അപ്പോൾ അത് ബിജെപിക്കും പ്രധാനമാണ്. ഇപ്പോഴത്തെ വിവാദത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ ശ്രീ ഉമ്മൻ വളരെ കാര്യമായിട്ട് പറഞ്ഞു. 91-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, അതിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് തമ്മിൽ വലിയ വ്യത്യാസം ശരിയാണ്. പക്ഷെ അത് ഉണ്ടായ സാഹചര്യം എന്താണ്? 2 സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന്, ശ്രീ രാജീവ് ഗാന്ധി പെട്ടെന്ന് ബോംബ് പൊട്ടി മരിച്ചു. അത് വലിയ സഹതാപ തരംഗം ഉണ്ടാക്കി. അത് കെ കരുണാകരനും അതുപോലുള്ള ആളുകൾക്കും ഗുണകരമായി. രണ്ടാമത്തെ എന്തായിരുന്നു? ബിജെപിയുടെ വമ്പിച്ച വോട്ട് കച്ചവടം. കോൺഗ്രസ്, ലീഗ്, ബിജെപി, OTB സഖ്യം, വടകര മാതൃക, വടകര ബേപ്പൂർ മാതൃകയിലുള്ള സഖ്യം. അതുകൊണ്ട് കോൺഗ്രസിന്, ലീഗിനും ഗുണം കിട്ടി, ബിജെപിക്ക് നഷ്ടം മാത്രം ഉണ്ടായി, പേര് ചീത്തയായി. അതാണ് ഉണ്ടായത്. ഇതൊക്കെ ഇതിനെ ഉച്ചവെച്ച ആളുകളിന്റെ ഉദരക്രിയ എന്നൊക്കെ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ ശ്രീ രാമൻപിള്ളയോട് പറഞ്ഞിട്ടു, അമിത്ഷാ ഉത്തർപ്രദേശിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ചു. സംഗതി ശരിയാണ്. കല്യാൺ സിംഗിനെ പോലെയുള്ള പഴയ ആളുകൾ തിരിച്ചു കൊടുക്കുന്ന സത്യമാണ്. പക്ഷെ അതുകൊണ്ടാണോ ജയിച്ചതല്ല, സാമുദായിക സംഘർഷം ഉണ്ടാക്കി, ജാട്ടുകളെ സ്വാധീനിച്ചു. ജാട്ട് മേഖലയിൽ സാക്ഷാൽ ചൗധരി ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് അദ്ദേഹത്തിന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള ബാഗ്പത്തിൽ തോറ്റുപോയി. എന്തുകൊണ്ടാണ്? ജാട്ടുകൾ ബിജെപിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ജാട്ടുകളെ, ചമാറുകളെ, കുർമികളെ, യാദവരെ എല്ലാവരും ആകർഷിച്ചു. അതുകൊണ്ടാണല്ലോ വിരലിലുണ്ടാവുന്ന സീറ്റുകൾ മാത്രം മറ്റു പാർട്ടികൾ കിട്ടിയത്. BSP പോലൊരു പാർട്ടി എന്തുകൊണ്ടാണ് ഒറ്റ സീറ്റും കിട്ടാതെ പോയത്? അവരുടെയൊക്കെ വോട്ട് ബേസ് BJP അടിച്ചു. അപ്പോൾ സാമുദായികമായിട്ടുള്ള കാർഡ് തന്നെയാണ് ചെലവഴിച്ച് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഇറക്കിയത്. അത് വളരെ ഫലപ്രദമായിരുന്നു. കാരണം ഓരോ മണ്ഡലത്തിലും ഏത് സമുദായക്കാർക്കാണ്. അതാണല്ലോ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അവസാനമായി ശ്രീ PP മുകുന്ദൻ, BJP അംഗത്വം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ടി എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും താങ്കളുടെ പ്രവർത്തനം. പഴയ നിലയിൽ തന്നെ, അത് ഏത് തലത്തിലാണെങ്കിലും താങ്കൾ പ്രവർത്തിക്കും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനമാണല്ലോ ഒരു ഭടൻ എന്നുള്ള നിലക്ക് ചെയ്യേണ്ടത്. അപ്പോൾ RSSനെ കുറിച്ച് സാറിന് പറയാനുണ്ട്, റെഡി ഫോർ സെൽഫ് ഹെൽപ്പ് സർവീസ് എന്ന് പറഞ്ഞ മാതിരി സേവനത്തിന് സന്നദ്ധമായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളെ നയിക്കാനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ത്യാഗമനോഭാവത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുള്ളൂ. എന്നാലേ പ്രവർത്തനം മുമ്പോട്ട് പോകുള്ളൂ. വളരെ നന്ദി ശ്രീ PP മുകുന്ദൻ, ശ്രീ K രാമൻപിള്ള, ഒപ്പം തന്നെ ഡോക്ടർ ജയശങ്കർ അവരിൽ പങ്കെടുത്ത പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. Flexi, Life Easy, Electronics and Home Appliances. PP മുകുന്ദനെയും രാമൻപിള്ളയെയും തിരിച്ചെടുക്കുന്നതിൽ BJPയിൽ ഭിന്നത. മുതിർന്ന നേതാക്കളെ തിരിച്ചെത്തിക്കണമെന്ന് V മുരളീധരൻ വിരുദ്ധ വിഭാഗം. പാർട്ടി വിട്ടിട്ടില്ല എന്ന് PP മുകുന്ദൻ. V മുരളീധരന്റെ കീഴിലേക്കില്ലെന്ന് രാമൻപിള്ള. BJP കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് യോജിക്കാവുന്ന ആരെയും കൂട്ടുമെന്ന് P ജയരാജൻ. ലീഗിനെ കൂട്ടാനില്ല എന്ന് വൈക്കം വിശ്വൻ. CPM സഖ്യത്തിനില്ലെന്ന് ഹൈദരലി തങ്ങൾ. നിയമസഭയിലേക്ക് VS നയിക്കണമെന്ന് C ദിവാകരൻ. അടുത്ത തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി നയിക്കണമെന്നത് തന്റെ വ്യക്തമായ നിരീക്ഷണമെന്ന് VM സുധീരൻ. തുടർ ചർച്ച വേണ്ട. സുധീരനെ തള്ളി രമേശ് ചെന്നിത്തല. മുന്നണിയെ നയിക്കുന്നത് UDF നേതാക്കൾ. എല്ലാവരും ചേർന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിഷ്കരണ നിർദ്ദേശങ്ങൾ പലതും സഭാ സെനറ്റ് തള്ളി. സ്വവർഗ വിവാഹത്തോട് എതിർപ്പ് തുടരും. സ്വവർഗാനുരാഗികളോട് കരുണ കാട്ടും. വിവാഹമോചിതരുടെ കുർബാന സ്വീകരിക്കണം. രൂപതകളുടെ വിവേചനാധികാരത്തിൽ. ഹരിയാനയിലെ ദലിത് ബാലന്റെ മരണം ആത്മഹത്യയാകാമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ക്രമസമാധാന നില തകർന്നെന്ന് കോൺഗ്രസ്. ബീഫ് നിരോധനത്തെ എതിർക്കുന്ന എന്തിനെന്ന് RSS മേധാവി. ചെറു സംഭവങ്ങളെ പർവ്വതീകരിക്കരുത്. ഇറ്റ് ഈസ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.